എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 15ാമത്തെ സർഗം അവസാനിക്കുകയാണ് ചെയ്യണത്. 28 മുതൽ 34 വരെയുള്ള ശ്ലോകങ്ങളാണ് പഠിക്കാൻ പോണത്. അതിൽ 28 മുതൽ 32 വരെയുള്ള ശ്ലോകങ്ങൾ അനുഷ്ടുപ്പ് വൃത്തത്തിലും 33, 34 എന്നുള്ള രണ്ടെണ്ണങ്ങൾ വംശസ്ഥ വൃത്തത്തിലുമാണ് കവി എഴുതിയിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് ഭഗവാൻ യാഗത്തിന് സന്നിഹിതരായിട്ടുള്ള ദേവന്മാരുടെ മുമ്പിൽ വന്ന് നിന്നു അവരുടെ എല്ലാ പ്രാർത്ഥനകളും കേട്ടു എന്നൊക്കെയാണ്. ഇനി എന്താണ് ഭഗവാൻ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയണത് എന്നുള്ളതാണ് പറയണത്. നമുക്ക് ആദ്യം 28ാമത്തെ ശ്ലോകം നോക്കാം. ഭയം ത്യജത ഭദ്രം വോഹിതാർത്ഥം യുധിരാവണം സപുത്രപൗത്രം സാമാത്യം സമന്ത്രിജ്ഞാതിബാന്ധവം. 29ാമത്തെ ഹത്വാ ക്രൂരം ദുരാധർഷം ദേവർഷീണാം ഭയാവഹം ദശവർഷസഹസ്രാണി ദശവർഷശതാനി ച. 30 കൂടി ചൊല്ലാം. വത്സ്യാമി മാനുഷേ ലോകേ പാലയൻ പൃഥിവീമിമാം ഏവം ദത്വാ വരം ദേവോ ദേവാനാം വിഷ്ണുരാത്മവാൻ. ദേവാനാം ദേവ വിഷ്ണു, ദേവന്മാരുടെയും ദേവനായിട്ടുള്ള എല്ലാ ദേവന്മാർക്കും അധീശനായിട്ടുള്ള ഭഗവാൻ മഹാവിഷ്ണു എന്തു പറഞ്ഞാണ് മറ്റു ദേവന്മാരെ മുഴുവനും ആശ്വസിപ്പിച്ചതെന്ന് പറയാണ്. ഭയം ത്യജത ഭദ്രം വോ, നിങ്ങളെല്ലാവരും ആ പേടി അങ്ങോട്ട് കളഞ്ഞോളൂ. അതായത് രാവണൻ വല്ലാതെ ജനങ്ങളെ മുഴുവനും ഉപദ്രവിക്കേണ്ടതെന്നാണല്ലോ, പലതരത്തിലുള്ള ആക്രമണങ്ങളെ പറ്റിയിട്ടാണല്ലോ പറഞ്ഞത്. അതൊന്നും ഇനി നിങ്ങൾ ഭയക്കേണ്ട കാര്യമില്ല. ഭയം ത്യജത, ഭയം മുഴുവനും കളഞ്ഞോളൂ. ഇനി നിങ്ങൾ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. ഭദ്രം വോ, നിങ്ങൾക്കെല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ. അതായത് നിങ്ങൾ എന്താണോ ഇച്ഛിക്കുന്നത് അത് തന്നെ സംഭവിക്കും. നിങ്ങൾക്ക് സമാധാനപരമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്? ഹിതാർത്ഥം, നിങ്ങളുടെ ഇഷ്ടത്തിനു വേണ്ടിയിട്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഹിതത്തിനു വേണ്ടിയിട്ട് യുദ്ധത്തിൽ രാവണനെ മാത്രമല്ല സപുത്രപൗത്രം സാമാത്യം സമന്ത്രിജ്ഞാതിബാന്ധവം രാവണം ഹത്വ. പിന്നെയുണ്ട് രാവണൻ്റെ കുറേ വിശേഷണങ്ങൾ. പിന്നത്തെ ശ്ലോകത്തിൽ 29ാമത്തെ ശ്ലോകത്തിൽ ക്രൂരം ദുരാധർഷം ദേവർഷീണാം ഭയാവഹം രാവണം ഹത്വ എന്ന് വേണം അർത്ഥം. അങ്ങനെ അത്രയും വാക്കുകൾ കൂടി അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കണം. യുദ്ധത്തിൽ ഞാൻ തീർച്ചയായും രാവണനെ വധിക്കും. രാവണൻ എങ്ങനെയുള്ള ആളാണ്? സപുത്രപൗത്രം, പുത്രന്മാരുണ്ട്, പൗത്രന്മാരുണ്ട്, മക്കളുടെ മക്കളും എല്ലാവരും കൂടി ചേർന്നുകൊണ്ടാണ് ലോകത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അവരെ എല്ലാവരെയും ഞാൻ വധിക്കും. അവരോടൊക്കെ കൂടിയിരിക്കുന്ന രാവണനെ വധിക്കും. അപ്പോൾ അവരെയും വധിക്കും എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ സാമാത്യം, മന്ത്രിമാരോട് കൂടിയിരിക്കുന്നവൻ, അമാത്യന്മാരോട് കൂടിയിരിക്കുന്നവനും, സമന്ത്രി ജ്ഞാതിബാന്ധവം, പിന്നെയും എടുത്തു പറയാണ് ജ്ഞാതികളോടും, ഏറ്റവും അടുത്ത ബന്ധുക്കൾ, അകന്ന ബന്ധുക്കൾ, അതുപോലെ എല്ലാ തരത്തിലും രാവണനെ അനുകൂലിച്ച് നിൽക്കുന്നവരെ മുഴുവനും വധിക്കും. രാവണനെയും വധിക്കും. എങ്ങനെയുള്ള രാവണനാണ്? ക്രൂരനാണ്, ദുരാധർഷനാണ്. ദുരാധർഷൻ എന്ന് പറഞ്ഞാൽ ആർക്കും ഞാനൊഴികെ, അല്ലെങ്കിൽ ഭഗവാൻ മഹാവിഷ്ണു ഒഴികെ ആർക്കും ആ രാവണനെ തോൽപ്പിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ധാർഷ്ട്യം കൊണ്ട് നടക്കുന്നവനാണ്. അങ്ങനെയുള്ള, അതുപോലെ തന്നെ ദേവന്മാർക്കും ഋഷിമാർക്കുമൊക്കെ ഭയമുണ്ടാക്കുന്നവനായ ആ രാവണനെ യുദ്ധത്തിൽ ഞാൻ വധിക്കുക തന്നെ ചെയ്യും. അതിനുശേഷം ദശവർഷസഹസ്രാണി ദശവർഷശതാനി ച മാനുഷേ ലോകേ വത്സ്യാമി. അതിനൊക്കെ ശേഷം ഞാൻ എന്തു ചെയ്യും? ഈ ലോകത്തിൽ 11,000 വർഷം ഞാൻ ഈ ഭൂമിയെ മുഴുവനും പരിപാലിച്ചുകൊണ്ട് ഇവിടെ ഉണ്ടാവും. അതാണ് ദശവർഷസഹസ്രാണി ദശവർഷശതാനി എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദശവർഷസഹസ്രാണി 10,000, ദശവർഷശതാനി എന്നുള്ളത് കൊണ്ട് 1000. അപ്പോൾ 11,000 വർഷം ഞാൻ ഇവിടെ ഭൂമിയിൽ ലോകത്തെ മുഴുവനും പരിപാലിച്ചുകൊണ്ട് പൃഥ്വീമിമാം പാലയൻ, ഈ ഭൂമിയെ പരിപാലിച്ചുകൊണ്ട് ഭൂമിയിൽ ഉണ്ടാവുക തന്നെ ചെയ്യും എന്ന് ഭഗവാൻ മഹാവിഷ്ണു അവിടെ കൂടിയിരിക്കുന്ന ദേവന്മാർക്കും ഋഷിമാർക്കുമൊക്കെ ഉറപ്പ് കൊടുക്കുകയാണ്. ഏവം ദത്വാ വരം ദേവോ ദേവാനാം വിഷ്ണുരാത്മവാൻ.
അങ്ങനെ പരബ്രഹ്മസ്വരൂപിയായിട്ടുള്ള ഭഗവാൻ മഹാവിഷ്ണു, ദേവന്മാർക്കും ദേവനായിട്ടുള്ള മഹാവിഷ്ണു ഇവർക്കെല്ലാവർക്കുമായിട്ട് വരം നൽകിയിട്ട് എന്തു ചെയ്തു? മാനുഷേ ചിന്തയാമാസ ജന്മഭൂമി മഥാത്മന. 31-ാമത്തെ ശ്ലോകത്തിൻ്റെ ആദ്യത്തെ വരിയായിട്ട് ചേർന്ന് നിൽക്കുകയാണ്. അങ്ങനെ വരമൊക്കെ കൊടുത്തതിന് ശേഷം ഭഗവാൻ എന്തു ചെയ്തു? തൻ്റെ മനസ്സ് ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. ഇനി കുറേ കാലം ഭൂമിയിൽ സമാധാനമുണ്ടാക്കണം, ജനങ്ങൾക്കൊക്കെ സൗഖ്യമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വരണം എന്ന കാര്യത്തിൽ മനസ്സ് ഉറപ്പിച്ചു. മാനുഷേ ചിന്തയാമാസ. മാനുഷേ എന്നുള്ളത് കൊണ്ട് മനുഷ്യരുടെ ലോകത്തിൽ മാനവാവതാരത്തെ പറ്റിയിട്ട് കുറച്ചു നേരം അങ്ങനെ ആലോചിച്ചു. ജന്മഭൂമിം മാനുഷേ അധ ആത്മന മാനുഷേ ജന്മഭൂമിം ചിന്തയാമാസ. അതിനുശേഷം താൻ ഇനി വരാൻ പോകുന്നതായ തൻ്റെ ജന്മഭൂമിയായിട്ടുള്ള ഈ മനുഷ്യലോകത്തെ പറ്റിയിട്ട്, ഭൂമിയെ പറ്റിയിട്ട് ചിന്തിക്കുകയും ചെയ്തു. അതിനുശേഷം തതഃ പത്മപലാശാക്ഷ കൃത്വാത്മാനം ചതുർവിധം പിതരം രോചയാമാസ തദാ ദശരഥം നൃപം. എന്നിട്ട് പിന്നെന്താ ചെയ്തത്? തന്നെ 4 മാറ്റിയിട്ട് തതഃ പത്മപലാശാക്ഷ. അതിനുശേഷം പത്മപലാശാക്ഷൻ, പത്മപലാശം എന്ന് പറഞ്ഞാൽ താമര ഇതൾ പോലെ ഉള്ള കണ്ണുകളോട് കൂടിയവൻ, അതാണ് പത്മപലാശാക്ഷൻ. അങ്ങനെയുള്ള ഭഗവാൻ മഹാവിഷ്ണു ആത്മാനം ചതുർവിധം കൃത്വ, തന്നെ 4 വിഭജിച്ചിട്ട്, 4 പുത്രന്മാരുണ്ടാവും ദശരഥൻ എന്ന് പറഞ്ഞല്ലോ, അങ്ങനെ 4 തന്നെ വിഭജിച്ചിട്ട്, അല്ലെങ്കിൽ മനസ്സിൽ ഞാൻ ഇനി 4 ജനിക്കാൻ പോവുകയാണ് എന്നാലോചിച്ചിട്ട് ആരെ കൂടി വിചാരിച്ചു? തഥാ നൃപം ദശരഥം പിതരം രോചയാമാസ. തൻ്റെ പിതാവായിട്ട് ആര് വേണമെന്നാണ് ആഗ്രഹിച്ചത്? രാജാവായിട്ടുള്ള ദശരഥനെ തൻ്റെ പിതാവായിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്തു. തനിക്ക് ഏറ്റവും ചേർന്ന പിതാവായിട്ട് ദശരഥനെയാണ് കണ്ടെത്തിയത്. അതാണ് പിതരം രോചയാമാസ തഥാ ദശരഥം നൃപം. അങ്ങനെ ഭഗവാൻ മനസ്സുകൊണ്ട് ആലോചിച്ച് കുറച്ചു നേരം അവിടെ നിന്നു. അപ്പോൾ ദേവർഷിമാരൊക്കെ എന്താ ചെയ്തത്? അതാണ് 32-ാമത്തെ ശ്ലോകത്തിൽ പറയണത്. തതോ ദേവർഷി ഗന്ധർവാ സരുദ്രാ സാപ്സരോ ഗണാ സ്തുതിഭിർദിവ്യരൂപാഭിസ്തുഷ്ടുവർമധുസൂദനം. തതഃ അതിനുശേഷം ദേവർഷി ഗന്ധർവാ സരുദ്രാഹ സാപ്സരോ ഗണാഹ. ദേവർഷിമാർ, ദേവന്മാർ, ഋഷിമാർ അല്ലെങ്കിൽ ദേവർഷിമാർ അങ്ങനെയും പറയാം. ഗന്ധർവന്മാർ, രുദ്രന്മാർ, 11 രുദ്രന്മാരുണ്ട്. അതുപോലെ തന്നെ അപ്സരഗണങ്ങൾ, അപ്സരസ്സുകൾ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് സ്തുതിഭിർ ദിവ്യരൂപാഭിസ്തുഷ്ടുവർ മധുസൂദനം, ഭഗവാനെ പലതരത്തിലുള്ള രൂപങ്ങളായിട്ട് ആരാധിച്ചുകൊണ്ട് സ്തുതിച്ചു. അതാണ് പലതരത്തിലുള്ള സ്തുതികൾ കൊണ്ട് ഭഗവാന്റെ പലതരത്തിലുള്ള രൂപങ്ങളെ ആരാധിച്ചു, സ്തുതിച്ചു. അവരെല്ലാവരും കൂടിയിട്ട് മധുസൂദനനെ, മധു എന്നു പേരുള്ള അസുരനെ വധിച്ച ഭഗവാൻ മഹാവിഷ്ണുവിനെ സ്തുതിച്ചു. എന്താണ് എന്നിട്ട് സ്തുതിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ എന്താണ് ഇവർ ആവശ്യപ്പെട്ടതെന്ന് ഒന്നുകൂടി എടുത്ത് പറയാണ്. 33ഉം 34ഉം ഏതാണ്ട് ഒരേ അർത്ഥം വരുന്ന ശ്ലോകങ്ങളാണ്, രണ്ടും ഒരുമിച്ച് ചൊല്ലാം. തമുദ്ധതം രാവണമുഗ്രതേജസം പ്രവൃദ്ധദർപ്പം ത്രിദശേശ്വരദ്വിഷം വിരാവണം സാധു തപസ്വി കണ്ടകം തപസ്വിനാമുദ്ധരതം ഭയാവഹം തമേവ ഹത്വാ സബലം സബാന്ധവം വിരാവണം രാവണമുഗ്രപൗരുഷം സ്വർലോകമാഗച്ഛഗതജ്വരശ്ചിരം സുരേന്ദ്രഗുപ്തം ഗതദോഷകൽമഷം. അവസാനത്തെ 2 വരികൾക്ക്, 4-ാമത്തെയും 8-ാമത്തെയും വരികൾക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കിയുള്ളതൊക്കെ രാവണൻ്റെ അഹങ്കാരത്തെ പറ്റിയിട്ടൊക്കെയാണ് പറയണത്. അപ്രകാരമൊക്കെ തം ഉദ്ധതം രാവണം ഉഗ്രതേജസം, അങ്ങനെ അഹങ്കാരത്തോടുകൂടി ജനങ്ങളെ മുഴുവനും ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുന്ന, എല്ലാവരെയും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നവനായ ഉഗ്ര തേജസ്വിയായിട്ടുള്ള ആ രാവണൻ, അയാൾക്ക് വളരെയധികം അഹങ്കാരമുണ്ട്. പ്രവൃദ്ധദർപ്പ ത്രിദശേശ്വരദ്വിഷം. ത്രിദശേശ്വരൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രനാണ്. ഇന്ദ്രനെ ശത്രുവായി കണക്കാക്കുന്നവനായിട്ടുള്ള ആ രാവണൻ. അതുപോലെ തന്നെ വിരാവണം, വിരാവണം ചെയ്യാന്ന് വെച്ചാൽ വിരാവം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ശബ്ദമാണ്. രാവം എന്ന് പറഞ്ഞാലും ശബ്ദമാണ്. ഉറക്കെ ശബ്ദമെടുത്ത് ആൾക്കാരെ പേടിപ്പിച്ചു കൊണ്ടിരിക്കുന്നവൻ. അതാണ് രാവയതീതി രാവണ, വിരാവയതീതി വിരാവണ എന്നും പറയും. അതായത് അയാളുടെ അട്ടഹാസങ്ങൾ, ഉറക്കെയുള്ള ശബ്ദങ്ങൾ കേട്ടിട്ട് ജനങ്ങൾ മുഴുവനും പേടിക്കുകയാണ്. അങ്ങനെയുള്ള ആ രാവണനെ തപസ്വി കണ്ടകം, താപസന്മാർക്ക് ഋഷിമാർക്കൊക്കെ വളരെ
ഉപദ്രവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവനായ ആ രാവണനെ വധിച്ചിട്ട് എന്തു ചെയ്യണം? തപസ്വിനാമുദ്ധര തം ഭയാവഹം. തപസ്വിനാം ഭയാവഹം തം ഉദ്ധര. തപസ്വികൾക്കും ഋഷിമാർക്കുമൊക്കെ പേടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവനായ ആ രാവണനെ ഉദ്ധര. ഉദ്ധര എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് എടുത്തു മാറ്റൂ, അയാളെ വധിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അടുത്ത ശ്ലോകത്തിൽ ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. തമേവ ഹത്വാ സബലം സബാന്ധവം. ആ രാവണനെ സൈന്യങ്ങളോട് കൂടിയിട്ടും ബന്ധുക്കളോട് കൂടിയിട്ടുമൊക്കെ വധിക്കണം, വധിച്ചിട്ട് എന്നാണ് പറയണത്. പിന്നെയുള്ള വാക്കുകളുമൊക്കെ രാവണൻ്റെ വിശേഷണങ്ങളാണ്. വിരാവണം, രാവണം, ഉഗ്രപൗരുഷം. അതൊക്കെ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ അതേ വാക്കുകൾ. വളരെയധികം ഉറക്കെ ശബ്ദമെടുത്തുകൊണ്ടിരിക്കുന്നവനും ഉഗ്രമായ പൗരുഷമുള്ളവനുമൊക്കെയായ രാവണനെ വധിച്ചിട്ട് സ്വർലോകമാഗച്ഛഗതജ്വരശ്ചിരം. സ്വർഗലോകത്തേക്ക് അങ്ങ് വന്നാലും, അതായത് രാവണൻ ഇവിടെ ഉള്ളത് കൊണ്ട് ഭൂമിയിലും സ്വർഗത്തിലും ഒന്നും സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് രാവണനെ വധിച്ചതിന് ശേഷം ഭഗവാനെ അങ്ങ് സ്വർഗലോകത്ത് സുരേന്ദ്രഗുപ്തം ഗതദോഷകൽമഷം സ്വർഗലോകം ചിരം ആഗച്ഛ. ഗതജ്വര, എല്ലാ ദുഃഖങ്ങളും എല്ലാ പീഡകളും ഇല്ലാതാക്കിയിട്ട് സ്വർഗലോകത്തിൽ വന്നിട്ട് അങ്ങ് സുഖമായിട്ട് കുറച്ച് കാലം താമസിക്കണേ. അവിടെ ഇന്ദ്രനാൽ സംരക്ഷിക്കപ്പെടുന്നതായിട്ടുള്ള സ്വർഗലോകത്തേക്ക് അങ്ങ് വന്നു ചേരണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതായത് ദേവന്മാർക്കൊന്നും ഇപ്പോൾ യാതൊരു സുരക്ഷിതാവസ്ഥയില്ല. അവരെ എല്ലാവരെയും ഈ രാവണൻ ആക്രമിക്കുകയാണ്. സ്വർഗം രാവണൻ്റെ കയ്യിൽ പെടുകയുണ്ടായി. അങ്ങനെ പല പല സംഭവങ്ങളെ കൊണ്ടും മനുഷ്യരെയും ദേവന്മാരെയും ഋഷിമാരെയും ഗന്ധർവന്മാരെയും ഒക്കെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നവനായ ആ രാവണനെ സൈന്യങ്ങളോടെയും ബന്ധുമിത്രാദികളോടുകൂടിയും വധിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ലോകത്ത് സമാധാനം മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഉള്ള അങ്ങേക്ക് സ്വർഗലോകത്തിലേക്ക് സ്വാഗതം എന്ന് ദേവന്മാർ വളരെ സന്തോഷത്തോടു കൂടി സ്വർഗലോകത്തിലേക്ക് ഭഗവാനെ ക്ഷണിക്കുകയാണ് ചെയ്യണത്. അങ്ങനെ ഈ ഒരു സർഗവും ഇവിടെ തീരുകയാണ് ചെയ്യണത്. രാവണനെ വധിക്കണം എന്നുള്ളൊരു അപേക്ഷ അവർ ദേവന്മാരെല്ലാവരും കൂടിയിട്ട് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ മുമ്പിൽ ഒരു യാഗവേദിയിൽ പുത്രകാമേഷ്ടി സമയത്ത് അവതരിപ്പിക്കുകയാണ് ഉണ്ടായത്. സുന്ദരമായിട്ടുള്ള ഈ ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.